ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നൈസ് ഒരു സൈഫൈ അഡ്വഞ്ചർ മൂവിയാണ്. അതായത് കാലങ്ങൾ ഒരുപാട് കടന്നുപോയപ്പോൾ റോബോട്ടുകൾക്ക് സ്വയം ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് വന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ റോബോട്ടുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യരുമായിട്ട് യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ മനുഷ്യരും റോബോട്ടുകളും തമ്മിലുണ്ടായ ഈ ഒരു യുദ്ധത്തിൽ മനുഷ്യർ ജയിക്കുകയും അവശേഷിച്ച റോബോട്ടുകളെ ഒരു സ്ഥലത്ത് പൂട്ടിയിടുകയും ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ഫാമിലിക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും എല്ലാവരും മരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവളുടെ അനിയന്റെ ഓർമ്മകൾ ഒരു റോബോട്ടായിട്ട് അവളുടെ അടുത്തിട്ട് വരികയാണ്. എങ്ങനെയാണ് ഈ റോബോട്ട് അവളുടെ അടുത്തോട്ട് വന്നത്, അനിയൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ഈ സിനിമ. ഈ ഒരു യാത്രയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഈ റോബോട്ടുകൾ മാത്രമുള്ള ആ ഒരു സ്ഥലത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 1990 യുദ്ധം നടക്കുന്നതിന് മുൻപ് എന്ന് കാണിച്ചിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഒരു ക്ലാസ് റൂം കാണിക്കുകയാണ്. അവിടെ ഒരു പയ്യൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ എക്സാം എഴുതുന്നുണ്ട്. അപ്പോ പുറത്തൊരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോയിൻ. ഇവളുടെ പേര് മിഷേൽ എന്നാണ്. ആക്ച്വലി ഇപ്പോ എക്സാം എഴുതുന്ന പയ്യനില്ലേ, അത് ഈ മിഷേലിന്റെ അനിയനാണ്. ഈ പയ്യന്റെ പേര് ക്രിസ്റ്റഫർ എന്നാണ്. ഇവനാണെങ്കിൽ അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ഒരു എക്സാമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ പുറത്തിരിക്കുന്ന അവന്റെ ചേച്ചിയും അകത്തിരിക്കുന്ന സാറിനെ ഞെട്ടിച്ചുകൊണ്ട് ക്രിസ്റ്റഫർ വേഗം തന്നെ ആ എക്സാം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പേപ്പറും കൊടുത്ത് പുറത്തേക്ക് അവന്റെ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നടന്നിറങ്ങുകയാണ്. അപ്പോ ചേച്ചി ഇത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ഇത്ര പെട്ടെന്ന് എഴുതി തീർത്തല്ലോ. ആക്ച്വൽ ഐൻസ്റ്റീൻ വരെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഏകദേശം 3 ദിവസം എടുത്തിട്ടുണ്ട്. നീയാണിത് നിസ്സാര സമയം കൊണ്ട് തീർത്തേന്ന് പറഞ്ഞ് അവൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ആക്ച്വലി മിഷേൽ ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നീ ഇനി ഇത് പഠിക്കണം, നീ നല്ല നിലയിലെത്തും, നിനക്ക് ലോകം തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെയൊക്കെ. എന്നിട്ട് ഈ ക്രിസ്റ്റഫറിന് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ഉണ്ട്, കോസ്മോ. അതിന്റെ സിമ്പിൾ കാണിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ ഇപ്പോ അവിടെ നിന്നും കഥ ഫ്യൂച്ചറിലേക്ക് വരികയാണ്. ഇവിടെ മുതലാണ് കഥ ആരംഭിക്കുന്നത്. അതായത് 1964 മനുഷ്യൻ റോബോട്ടിനെ കണ്ടുപിടിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മേഖലയിലും ഈ റോബോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പ്രശ്നങ്ങൾ ആരംഭിച്ചൂടെ. അതായത് ഈ റോബോട്ടുകൾ മനുഷ്യരെ പോലെ തന്നെ സ്വയം ചിന്തിക്കാനും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങി. ഈ റോബോട്ടുകളാണെങ്കിൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അവരൊരു മാറ്റം ആഗ്രഹിച്ചു. പക്ഷേ മനുഷ്യരിത് സമ്മതിച്ചില്ല. കാരണം ജോലി ചെയ്യാനായിട്ടാണല്ലോ ഈ റോബോട്ടുകളെ കണ്ടുപിടിച്ചത് തന്നെ. അപ്പോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ മനുഷ്യരും റോബോട്ടുകളും തമ്മിൽ തല്ലുണ്ടാവാനും വഴക്കുകൾ ഉണ്ടാവാനൊക്കെ തുടങ്ങി. അത് പിന്നെ വലിയ പോരാട്ടങ്ങളായിട്ട് മാറി. ഏകദേശം 2 വർഷത്തോളം ഈ മനുഷ്യർക്ക് ഈ റോബോട്ടുകൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷേ ന്യൂറോകോസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വന്നതോടുകൂടി ഈ മനുഷ്യര് റോബോട്ടുകളെ തോപ്പിച്ചു തുടങ്ങി. അപ്പോ എന്താണ് ഈ ന്യൂറോകോസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഇതൊരു ഡിവൈസാണ്. ഇത് വെച്ചിട്ട് മനുഷ്യർക്ക് ഡ്രോൺ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് മനുഷ്യർ ഇവിടെ ഇരിക്കും, അവർ കൺട്രോൾ ചെയ്യുന്ന ഡ്രോൺ റോബോട്ടുകൾ പുറത്തു നിന്ന് പണിയെടുക്കും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് റോബോട്ടുകൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആർമിക്കാരി ഡിവൈസ് ഉപയോഗിച്ചിട്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ റോബോട്ടുകളായിട്ട് യുദ്ധം ചെയ്യും. അങ്ങനെ ഈ ന്യൂറോകോസ്റ്ററുടെ വരവോടുകൂടി ഈ റോബോട്ടുകളെ ഇല്ലാതാക്കാനായിട്ട് ഇവർക്ക് പറ്റി. ഈ റോബോട്ടുകളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് മനുഷ്യൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന റോബോട്ടുകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഒറിജിനൽ റോബോട്ടുകൾക്ക് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അങ്ങനെ മിച്ചം വന്ന ഏകദേശം 6000-ഓളം റോബോട്ടുകളെ ഒരു വലിയൊരു ഹൈടെക് പ്രിസണിൽ ഇപ്പൊ പൂട്ടിയിട്ടിരിക്കുകയാണ്. സെൻട്രൽ എക്സ്ക്ലൂസീവ് സോൺ എന്നാണ് ഈ പ്രിസണിന്റെ പേര്. ഇതാണെങ്കിൽ ഒരുപാട് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന, അങ്ങനെ ആർക്കകത്തോട്ട് കയറാത്ത ഹൈലി സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഇപ്പോ ആ ന്യൂറോകോസ്റ്ററിന്റെ ഫൗണ്ടറിനെ കാണിക്കുകയാണ്. ഈ ന്യൂറോകോസ്റ്ററിൽ ഇപ്പൊ പുതിയ കുറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ എങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ മൈൻഡ് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലികളൊക്കെ നമുക്ക് വെറുതെ ഇരുന്നുകൊണ്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈ ന്യൂറോകോസ്റ്റർ എല്ലാ രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് ഇയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ ഇപ്പോ ഈ ടൗൺ കാണിക്കുമ്പോൾ ഇവിടെ കാണുന്ന ടവറുകളില്ലേ, ഇതെല്ലാം ന്യൂറോകോസ്റ്ററിന്റെയാണ്. അങ്ങനെ ഇപ്പോ ഒരു വീട് കാണിക്കുകയാണ്. അതിനകത്ത് ഇതായിരിക്കുന്നു നമ്മുടെ ഹീറോയിൻ മിഷേൽ. അവളുടെ കാലിൽ ഒരു ചിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ പാരന്റ്സ് എല്ലാവരും മരിച്ചു. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ പയ്യനില്ലേ ക്രിസ്റ്റഫർ, ആ പയ്യനും ഒരു ആക്സിഡന്റിൽ മരിച്ചു. അങ്ങനെ ഇപ്പോ മിഷേൽ ഉള്ളത് ഒരു വളർത്തച്ഛന്റെ കൂടെയാണ്. ആക്ച്വലി മിഷേൽ പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് ആ ഫോസ്റ്റർ പാരന്റ് ചെയ്തു വെച്ചിരിക്കുന്ന പണിയാണ് അവളുടെ കാലിൽ കിടക്കുന്ന ഈ ചിപ്പ്. അപ്പോൾ പെട്ടെന്ന് മിഷേൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അടുത്തോട്ട് റോബോട്ട് വരുന്നു. ആക്ച്വലി ഈ റോബോട്ട് അയാളുടെ പാരന്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. അയാളത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ടെഡ് എന്നാണ്. ഈ ടെഡ് ആളൊരു ഊടായ്പാണ്. ഇവന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പ്രിസണില്ലേ, അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം മിഷേൽ ഇപ്പോൾ അവളുടെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. ഈ ക്ലാസ് റൂം കാണിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ന്യൂറോകോസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മിഷേൽ മാത്രമേ യൂസ് ചെയ്യുന്നില്ല. അപ്പോ അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇത് യൂസ് ചെയ്യാത്തത്? എന്നാൽ മിഷേലിന് ഈ ന്യൂറോകോസ്റ്ററിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ
കൂട്ടുകാരി പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അവളെ ഇപ്പോ അവളുടെ പ്രിൻസിപ്പൾ വിളിപ്പിച്ചിരിക്കുകയാണ്. അതായത് ആ സ്കൂളിലെ എല്ലാവരും ന്യൂറോ കോസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മിഷേല് മാത്രം അത് യൂസ് ചെയ്യുന്നില്ലല്ലോ. എന്തേ നിനക്ക് താല്പര്യമില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ മിഷേല് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ പാരന്റ്സിനെ കാണണം എന്ന് പറയുമ്പോഴാണ് അവൾ കാര്യങ്ങൾ പറയുന്നത്. ആക്ച്വലി ഇവരെല്ലാവരും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻ വന്ന് കുറുകെ ചാടി. അങ്ങനെയാണ് ഇവളുടെ പാരന്റ്സും ഇവളുടെ അനിയനൊക്കെ മരിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോ ആ പ്രിൻസിപ്പളിനോട് പറയുകയാണ്. അപ്പോ അവളുടെ അനിയന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് തന്നെ വൈകിട്ട് വീട്ടിലേക്ക് അവൾ അതുപോലെ സങ്കടപ്പെട്ടാണ് പോകുന്നത്. അകത്തോട്ട് കയറുമ്പോൾ ആ ടെഡ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഒരു സമാധാനം എന്നുള്ള മൈൻഡില് അവള് നേരെ ബെഡിലോട്ട് ചെന്ന് കിടക്കുകയാണ്. അവിടെ ചെന്ന് കണ്ണടയ്ക്കുന്നതും അവൾക്ക് അന്ന് കിടന്ന ആ ആക്സിഡന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലോട്ട് വരുന്നത്. അതായത് ഇവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻ വന്ന് വട്ടം ചാടിയതും ഹോസ്പിറ്റലിൽ വെച്ച് ഇവർക്ക് ബോധം വരുന്നതും ഏതോ ഒരു ഡോക്ടർ ഇവളുടെ അടുത്തോട്ട് വരുന്നതൊക്കെ. ആ ഡോക്ടർ ഇവളുടെ അടുത്ത് വന്നിട്ട് എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ ഇവള് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവള് വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവളുടെ മൈൻഡിലോട്ട് വരുന്നത്. അപ്പോ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് അറിയാനായിട്ട് അവള് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോ ആരോ അവിടുത്തെ ഡസ്റ്റ്ബിൻ തള്ളിയിട്ടിട്ട് ഓടുന്നു. അപ്പൊ ഇത് കണ്ടതും മിഷേൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പേടിച്ച് കയ്യിലൊരു ടോർച്ചും പിടിച്ചിട്ട് ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട് അവള് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോ ഒരു സ്ഥലത്തുനിന്ന് ഒരു അനക്കം കാണുന്നുണ്ട്. അതാരാന്ന് ചോദിച്ചുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ആ ഭാഗത്തൊരു റോബോട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടതും പേടിച്ച് വിറച്ചിട്ട് അവൾ ഓടി അകത്തോട്ട് കയറിയിട്ട് അവിടെ കിടന്നുറങ്ങുന്ന ടെഡിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ അയാൾക്കാണെങ്കിൽ ഒരു കുലുക്കുമില്ല. വേഗം തന്നെ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ മുകളിലാണ് ഈ ടെഡ് കിടന്നുറങ്ങുന്നത്. ഈ റോബോട്ടുകളുടെ കയ്യിൽ മനുഷ്യന്മാരെ കിട്ടിയ പിന്നെ പറയണ്ടല്ലോ. ഇവളുടെ കയ്യിലാണെങ്കിൽ ആ ഡിവൈസും ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര പേടി. പക്ഷേ അപ്പോഴേക്കും ആ റോബോട്ട് ആ വീടിന്റെ അകത്തോട്ട് കയറും. പേടിച്ച് വിറച്ചിട്ട് അവൾ വേഗം അവളുടെ റൂമിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. ആ റോബോട്ട് ആണെങ്കിൽ അപ്പോ മിഷേലിന്റെ റൂമിലോട്ടും വരുന്നു. ഇവളാണെങ്കിൽ പേടിച്ചിട്ട് ആ റോബോട്ട് ഇവളെ കാണില്ല എന്നുള്ള പ്രാർത്ഥനയിലാണ്. പക്ഷേ ആ റോബോട്ട് ഈ മിഷേലിനെ കണ്ടുപിടിച്ചു. ഇപ്പോഴാണ് ആ റോബോട്ടിന്റെ രൂപം കാണിക്കുന്നത്. നേരത്തെ നമ്മൾ കോസ്മോ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഈ മിഷേലിന്റെ അനിയന്റെ ഫേവറേറ്റ് കാർട്ടൂൺ. അതിലെ ക്യാരക്ടറിന്റെ രൂപത്തിലാണ് ഈ റോബോട്ട് ഇരിക്കുന്നത്. അപ്പോ മിഷേല് വേഗം തന്നെ ആ റോബോട്ടിന് നേരെ കത്തി ചൂണ്ടിയിട്ട് നീ ആരാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നു. അപ്പോ ആ റോബോട്ട് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ മിഷേലിന് മനസ്സിലാവുന്നില്ല. മിഷേല് പേടിച്ചു നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവള് കത്തി ചൂണ്ടിട്ട് ദൂരെ പോന്ന് പറയുന്നുണ്ട്. അപ്പോ അവിടെ നിൽക്കുന്ന ആ റോബോട്ടില്ലേ, ആ റോബോട്ട് അവന്റെ തലയുടെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ അതിലൊരു കണക്ഷൻ ഡിസ്കണക്ട് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോ മിഷേൽ അത് കണക്ട് ചെയ്യുന്നതും ആ റോബോട്ടിന്റെ സൗണ്ട് പുറത്തോട്ട് വന്നു തുടങ്ങുകയാണ്. പക്ഷേ ആ റോബോട്ടിന് അധികം ഒന്നും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ കാർട്ടൂണിലെ വേർഡ്സ് മാത്രമാണ് ഈ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ സംഭവമെന്നോ ആരാണ് ഈ വന്നിരിക്കുന്നതെന്നോ മിഷേലിന് മനസ്സിലാവുന്നില്ല. അപ്പോ ആ റോബോട്ട് വേഗം തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ആ ഫോട്ടോയിലുള്ള മിഷേലിന്റെ ബ്രദർ ഉണ്ട് ക്രിസ്റ്റഫർ. അവന്റെ ഫോട്ടോയ്ക്ക് നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഞാനാണെന്നുള്ള ഒരു ആക്ഷൻ കാണിക്കുകയാണ്. പക്ഷേ ഈ റോബോട്ട് പറയുന്നതൊന്നും തന്നെ മിഷേൽ വിശ്വസിക്കുന്നില്ല. അവർക്ക് ദേഷ്യം വരികയാണ്. നീ പറയുന്ന പോലെ ഒരിക്കലും സംഭവിക്കില്ല, നീ ആ ഫോട്ടോ അവിടെ വെക്കുന്നു പറഞ്ഞിട്ട് മിഷേൽ ആ റോബോട്ടിന് ഒരു ഒറ്റ ചവിട്ട് കൊടുക്കുകയാണ്. അപ്പോ ആ റോബോട്ട് താഴെ വീഴുന്ന ശബ്ദം കേട്ടിട്ട് ടെഡ് അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. അയാള് വന്നു നോക്കുമ്പോൾ വീടിനകത്ത് ഒരു റോബോട്ട് വെക്കുന്നു. ഈ സംഭവം അങ്ങനെ പോലീസ് എറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ റോബോട്ടിനെ കൊണ്ടുവന്നത് മിഷേലാണെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ചീത്ത വിളിച്ചിട്ട് അവളൊരൊറ്റ തള്ളു കൊടുക്കുകയാണ്. ഈ തള്ളു കൊണ്ടതും മിഷേൽ നേരെ ചെന്ന് വീഴുന്നത് അവിടെ നിൽക്കുന്ന ആ റോബോട്ടിന്റെ മേത്തേക്കാണ്. അപ്പോ അവിടെ നിൽക്കുന്ന ആ റോബോട്ട് മിഷേലിന്റെ നേരെ ഒരു സിമ്പിൾ കാണിക്കുകയാണ്. അതായത് ആ കോസ്മോ കാർട്ടൂണിലെ ക്രിസ്റ്റഫർ എപ്പോഴും കാണിക്കുന്ന അതേ സിമ്പിൾ. ഈ ഒരു സംഭവം മിഷേൽ കണ്ടതും അവൾ ശരിക്കും ഷോക്ക് ആവുകയാണ്. മിഷേൽ ശരിക്കും കൺഫ്യൂസ്ഡ് ആവും. ഇത് എന്റെ അനിയൻ തന്നെയാണോ എന്ന് അവളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോ ആ റോബോട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ, മിഷേലിനെ അവിടെ ഇരുത്തിയിട്ട് ടെഡിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അവനെ അടിക്കാനായിട്ട്. ഈ ടെഡ് അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ പോവുകയാണ്. എന്നാൽ ഇത് കാണുന്ന മിഷേല് വേഗം തന്നെ ഈ ടെഡിനെ ഷോക്ക് അടിപ്പിച്ചിട്ട് അവനെ ബോധം കെടുത്തും. അതായത് ഈ ഷോക്ക് അടിപ്പിച്ചിട്ടാണ് ഇവർ റോബോട്ടുകളൊക്കെ വരുമ്പോൾ പിടിച്ചു തന്നിരുന്നത്. ഈ ടെഡിന്റെ ബോധം പോയല്ലോ. അപ്പോ മിഷേൽ വേഗം തന്നെ ആ റോബോട്ടിനെ വിളിച്ചിട്ട് കാർ എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ പോകുന്ന പോക്കില് ആ കാറിന്റെ ടയർ പഞ്ചറാവും. ഈ മിഷേലിന്റെ അടുത്ത് റോബോട്ട് ഉള്ളതുകൊണ്ട് തന്നെ പുറത്താരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അവള് വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ടയർ മാറ്റാനായിട്ട് അതിൽ സ്റ്റെപ്പിനി ഉണ്ടോ നോക്കുകയാണ്. പക്ഷേ അതിനകത്തിരിക്കുന്ന സ്റ്റെപ്പിനി പഞ്ചറാണ്. അങ്ങനെ അവൾ നോക്കുമ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന റോബോട്ട് ദാറ്റയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്കുന്നു. നീ എന്തായി ചെയ്യുന്നത്, ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ആ റോബോട്ടിനെ മുന്നിൽ തള്ളി കാറിനകത്തോട്ട് കയറ്റുന്നു. എന്നിട്ട് മിഷേൽ ആ റോബോട്ടിനോട് ചോദിക്കുകയാണ്, നീ ആരാണ്, നീ എന്റെ അനിയൻ തന്നെയാണോ എന്ന്. അപ്പോ ആ റോബോട്ട് ഇങ്ങനെ തലകുലുക്കുകയാണ്. ഇല്ല, എന്റെ അനിയൻ മരിച്ചു പോയതാണ്. പിന്നെ എങ്ങനെ ഈ റോബോട്ടിനകത്ത് വരുന്നു ചോദിക്കുമ്പോൾ അപ്പോഴും ആ റോബോട്ട് ഇങ്ങനെ തലയാട്ടും. നീ എന്തായി പറയുന്നത്, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ, അപ്പൊ നിന്റെ ശരീരം എവിടെയുള്ളത്?
ആ റോബോട്ട് അപ്പോഴും അതേന്നുള്ള മട്ടിൽ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മിഷേലിന് ഏകദേശം ഇത് അവന്റെ അനിയനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോ നിന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ, നീ എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോ അവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട്. ഈ റോബോട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ബോർഡ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ബോർഡ് ആക്ച്വലി സെന്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോർഡാണ്. ഓ, ഈ സെന്റർ കമ്പനിയിലാണോ നീ ഉള്ളത്? പക്ഷേ ഈ കമ്പനി ലോകം മുഴുവനും ഉണ്ടല്ലോ, അവിടെ എവിടെയാണ് നീ? അപ്പോ ഇത് കേൾക്കുന്നതും ആ റോബോട്ട് അവൻ അറിയില്ല എന്നാണ് പറയുന്നത്. ശരി, അപ്പൊ നീ ഇരിക്കുന്ന സ്ഥലം വേറെ ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോ ആ റോബോട്ട് അവിടെ നിന്നിട്ട് കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹീറോയിന് മനസ്സിലാകുന്നുണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ഒരു കണ്ണട വെച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ തന്നെ എത്രയോ ആളുകൾ കണ്ണട വെച്ചിട്ടുള്ളവരുണ്ട്. അതിൽ നിന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ആളെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? മിഷേൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ആ റോബോട്ട് അപ്പോ ഒരു ക്യാനായിട്ട് വരികയാണ്. അതിൽ ഡോക്ടർ പെപ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ആ ഡോക്ടർ എന്നുള്ളത് മാത്രം അവളെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് കണ്ണട വെച്ചിട്ടുള്ള ഒരു ഡോക്ടർ. ഇതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ ആലോചിക്കുമ്പോഴാണ് മിഷേലിന് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അതായത് ഇവർക്കന്ന് ആക്സിഡന്റ് പറ്റിയപ്പോ ഈ മിഷേലിന് ആ ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വരുമ്പോൾ ഇവളുടെ അടുത്തോട്ടൊരു ഡോക്ടർ വന്നിരുന്നു. ആ ഡോക്ടറും കണ്ണട യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളാണ് മിഷേലിന്റെ അടുത്ത് വന്നിട്ട് അവളുടെ പാരന്റ്സ് എല്ലാവരും മരിച്ചു, ഇന്ന് രാവിലെ അവളുടെ അനിയനും മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു സംഭവത്തിന് പിന്നിൽ ആ ഡോക്ടർ ആയിരിക്കാമെന്ന് മിഷേലിന് ഇപ്പൊ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അവൾ വേഗം തന്നെ അവളുടെ കയ്യിലിരുന്ന ഒരു മാപ്പ് എടുത്തിട്ട് ആ റോബോട്ടിനെ കാണിക്കുകയാണ്. എന്നിട്ട് ഇതിൽ എവിടെയാണ് നീ ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോ അവിടെ നിൽക്കുന്ന ആ റോബോട്ട് ആ മാപ്പിൽ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഏതാണ് ഈ സ്ഥലം എന്നറിയും? നമ്മൾ നേരത്തെ കണ്ട സെൻട്രൽ എക്സ്ക്ലൂസീവ് സോൺ, അതായത് നേരത്തെ ആ റോബോട്ടുകളൊക്കെ കൊണ്ട് അടച്ചിട്ട ആ പ്രിസണില്ലേ, ആ സ്ഥലം. അത്രയും സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇവർക്ക് അങ്ങനെ എളുപ്പത്തിൽ കയറി ചെല്ലാൻ പറ്റില്ല. അങ്ങനെ അവള് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ കാറിന്റെ ഡിക്കിയുടെ അകത്തുനിന്നും കുറച്ച് പാക്കേജുകൾ കിട്ടുന്നത്. ഈ പാക്കേജുകളൊക്കെ ടെഡിന് വന്നുകൊണ്ടിരുന്ന. അപ്പോ അവൾ അതെല്ലായിടത്തും നോക്കുമ്പോൾ അതിലൊരു അഡ്രസ്സ് ഈ പറഞ്ഞ പ്രിസന്റെ അടുത്ത് നിന്നാണ്. അപ്പോ ഈ ഒരു അഡ്രസ്സിൽ നിന്നുമാണ് പ്രിസണിൽ നിന്ന് ലൂട്ട് ചെയ്ത ഐറ്റംസ് ടെഡിന് കിട്ടുന്നത്. സോ ഈ ഐറ്റംസ് എല്ലാം പ്രിസണിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട്. അയാൾക്ക് എന്തായാലും ആ പ്രിസണായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ലൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അയാൾ എവിടെയാണോ അയാളെ കണ്ടുപിടിച്ചാൽ ഇവർക്ക് ഈസി ആയിട്ട് ആ പ്രിസന്റെ അകത്ത് കിടക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുള്ളത് മെക്സിക്കോയിലാണ്. അത് നല്ല ദൂരമുണ്ട്. പക്ഷേ മിഷേലിനെ അവളുടെ അനിയനെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ റോബോട്ടും ആ മിഷേലും കൂടി ഒരു ട്രക്കിന്റെ പിറകെ കയറിയിട്ട് മെക്സിക്കോയിലേക്ക് അയാളെ തേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്ത് കുറേ അധികം വണ്ടികൾ മാറിക്കയറി അവരുദ്ദേശിച്ച സ്ഥലത്ത് മെക്സിക്കോയിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അവരങ്ങനെ അതിലൂടെ ആ അഡ്രസ്സ് തപ്പി ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ട്രക്ക് വരികയാണ്. മിഷേലാണെങ്കിൽ ശരിക്കും പേടിക്കുന്നുണ്ട്. ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷേലിന്റെ കൂടെ റോബോട്ട് ഉണ്ടല്ലോ. അപ്പോ അവിടെയുള്ള മനുഷ്യന്മാർക്ക് ഈ റോബോട്ടുകളെ കണ്ടത് ഭയങ്കര പ്രശ്നമാണ്. ഈ റോബോട്ട് മനുഷ്യന്മാരെ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു പോയതാണല്ലോ. അങ്ങനെ ട്രക്ക് അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. അതിൽ നിന്നും ഒരാളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നു. ഇയാളാണ് നമ്മുടെ കഥയിലെ ഹീറോ. ഇവന്റെ പേര് കീറ്റ്സ് എന്നാണ്. ഈ കീറ്റ്സ് അപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പോസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. ദൂരെ അവിടെ മാറി ഇരുന്നിട്ട് നമ്മുടെ മിഷേൽ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് അവളുടെ കണ്ണിൽ ഒരു കാര്യം പെടുന്നത്. അതായത് ആ പോസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോ അതിന്റെ ഡോറിന്റെ പിറകിലായിട്ട് ന്യൂ ടു യു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് അവൾ ശരിക്കും നോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ന്യൂ ടു യു എന്ന് പറയുന്ന ഈ സെയിം അഡ്രസ്സിൽ നിന്നുമാണ് ടെഡിന് സാധനങ്ങൾ വരുന്നത്. അപ്പോ മിഷേലിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആള് ദായി നിൽക്കുന്നതാണ്. ഈ കീറ്റ്സിനാണെങ്കിൽ കംപ്ലീറ്റ് ഇല്ലീഗൽ പരിപാടീസ് ആണ്. അതായത് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റി മറച്ചു വെക്കുക, ഇതുപോലെ പ്രിസണിൽ നിന്ന് നൈസായിട്ട് അടിച്ചു മാറ്റിയ ഐറ്റംസ് ആണ് ടെഡിന് വെക്കുന്നത്. അങ്ങനെ കീറ്റ്സ് അവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ അവന്റെ അടുത്തോട്ട് ഒരു റോബോട്ട് വരികയാണ്. അത് വേറൊരാൾ കൺട്രോൾ ചെയ്യുന്ന റോബോട്ടാണ്. ഇവിടെ വെച്ച് ഇപ്പൊ ഒരു ഡീല് നടക്കുന്നുണ്ട്. അതിനായിട്ടാണ് ആ ഡ്രോൺ റോബോട്ടിനെ അയാൾ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഈ കീറ്റ്സിന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. ആ തോക്ക് എടുത്തിരിക്കുന്നതും ആ പ്രിസണുള്ള സെൻട്രൽ എക്സ്ക്ലൂസീവ് സോണിൽ നിന്നുമാണ്. അത് വാങ്ങാനായിട്ടാണ് ഈ ഡ്രോൺ റോബോട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കീറ്റ്സ് അപ്പോൾ ആ തോക്ക് കൊടുത്തിട്ട് പൈസ ചോദിക്കുകയാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന ആ പുള്ളിക്കാരനാണെങ്കിൽ പൈസ കൊടുക്കാനായിട്ട് ഒരു താല്പര്യമില്ല. കീറ്റ്സ് വീണ്ടും വീണ്ടും പൈസ ചോദിക്കുമ്പോൾ ആ റോബോട്ട് അവന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്ക് ചൂണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. കീറ്റ്സ് അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവൻ ഐസായിട്ട് ഇങ്ങോട്ട് പുറകോട്ട് ഇറങ്ങി ആ ട്രക്കില് ചുമ്മാ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. ഇതെല്ലാം മിഷേൽ അവിടെ മാറിയിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. കീറ്റ്സ് അങ്ങനെ അവിടെ ചാരി നിന്നിട്ട് ഞാൻ ശരിക്കും ഷോക്കായി പോയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്ന സെക്കൻഡിൽ തന്നെ അതിന്റെ അകത്ത് നിന്ന് ഒരു റോബോട്ട് പുറത്തോട്ട് വന്നു ഇവിടെ നിൽക്കുന്ന ഈ റോബോട്ടിന്റെ മേത്തേക്ക് ഷോക്ക് അടിപ്പിക്കുകയും ഈ റോബോട്ട് അപ്പൊ തന്നെ അവിടെ താഴെ വീഴുകയും ചെയ്തു. ആക്ച്വലി ഈ റോബോട്ട് നമ്മുടെ ഈ കീറ്റ്സിന്റെ ഒരു പെറ്റാണ്. ഇവര് തമ്മിൽ നല്ല കണക്ഷനാണ്. ഈ റോബോട്ടിന്റെ പേര് ഹെർമൻ എന്നാണ്. അങ്ങനെ ഈ കീറ്റ്സും ഹെർമനും കൂടി അവിടെ കിടക്കുന്ന ആ റോബോട്ടിനെ മാറ്റിയിടുന്ന ഗ്യാപ്പില് നമ്മുടെ മിഷേലും അവളുടെ റോബോട്ടും കൂടി ആ ട്രക്കിന്റെ അകത്തോട്ട് കയറുന്നുണ്ട്. ഈ സ്പോട്ടില് നമ്മുടെ മിഷേലിന്റെ കാറും കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. അവരുടെ ആ കാർ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് ഇപ്പൊ ഒരു ഡ്രോൺ റോബോട്ട് വരികയാണ്. ആക്ച്വലി ഈ ഡ്രോൺ റോബോട്ട് കേണൽ ബുച്ചറിന്റെയാണ്. ഈ കേണൽ ബുച്ചർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ റോബോട്ടുകൾ മുഴുവൻ തുരത്തിയ ആ മിലിറ്ററി ടീമിന്റെ കേണലാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇട്ടിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ആ കോള് കണക്ട് ആയില്ല എന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത്. പക്ഷേ ആ കോള് കണക്ട് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രോൺ റോബോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
ആ റോബോട്ട് അങ്ങനെ പോലീസിന്റെ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് അവിടെ വന്നിട്ട് അന്വേഷിക്കുക. അങ്ങനെ ആ കാറിന്റെ ഡിക്കി തുറന്നു നോക്കുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ കണ്ട ആ പാക്കേജ് കിടക്കുന്നുണ്ട്. അപ്പോ ഈ ബുച്ചറിനെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഹീറോയിൻ ആ റോബോട്ടിനെയും കൊണ്ട് അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കേറ്റ്സിനെയും അവന്റെ റോബോട്ടിനെയാണ്. അവരിപ്പോ ആ പ്രിസണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വണ്ടിയുടെ പിറകില് നമ്മുടെ ഹീറോയിനും അവളുടെ റോബോട്ടും ഉണ്ട്. അങ്ങനെ ഇവർ ആ ലൊക്കേഷനിലെത്തി ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു മൈനിന്റെ അകത്തേക്കാണ്. അപ്പൊ അവിടെയാണെങ്കിൽ കുറെ അധികം സാധനങ്ങളുണ്ട്, വെപ്പൺസ്, ബുള്ളറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഡെലിവറി ചെയ്യുന്നതാണ് കീറ്റ്സിന്റെ ജോലി. ഈ സാധനങ്ങളെല്ലാം നൈസായിട്ട് കീറ്റ്സ് ആ സെൻട്രൽ എക്സ്ക്ലൂസീവ് സോണിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഇതേ സമയത്ത് തന്നെ മിഷേൽ നൈസായിട്ട് ആ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ആരും അറിയാതെ ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മിഷേലിന്റെ റോബോട്ട് ഒരു ടോയുടെ അടുത്തേക്ക് ചെല്ലും. ഈ ടോയ്ക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ അടുത്തോട്ട് ആര് വന്നാലും ഇതിങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ റോബോട്ട് അതിന്റെ അടുത്തോട്ട് ചെന്നതും ഈ ടോയിൽ നിന്ന് ശബ്ദം ഉണ്ടാവാൻ തുടങ്ങുകയാണ്. ഇത് കേട്ട ഉടനെ ആരോ വന്നെന്ന് മനസ്സിലാക്കിയിട്ട് കീറ്റ്സ് വേഗം തന്നെ അവന്റെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ അതിന്റെ ഇടയിൽ നമ്മുടെ ഹെർമൻ റോബോട്ട് ഈ രണ്ടുപേരെയും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ തന്നെ കീറ്റ്സ് അവരുടെ അടുത്തോട്ട് ചെന്നിട്ട് തോക്കോ ചൂണ്ടിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. എന്തിനാ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോ മിഷേൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്തൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഈ കാര്യം പുറത്തു പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തേ പറ്റൂ. അതായത് ആ സെൻട്രൽ എക്സ്ക്ലൂസീവ് സോണിലേക്ക് എനിക്കും പോകണം. പക്ഷേ കീറ്റ്സ് സമ്മതിക്കുന്നില്ല. നീ എന്തായി പറയുന്നത്? അതിനകത്തോട്ട് കയറിയാൽ തന്നെ മരണം ഉറപ്പാണ്, പിന്നെ എങ്ങനെയാണ് നിന്നെ ഞാൻ അകത്തോട്ട് കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഈ സ്ഥലത്ത് നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് അവൻ പറയും. ഇവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവിടുത്തെ ലിഫ്റ്റ് ഇങ്ങനെ താഴേക്ക് പോവുകയാണ്. അതായത് അങ്ങോട്ട് ആരോ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടതും കീറ്റ്സ് ആ രണ്ട് റോബോട്ടുകളോടും അവിടുന്ന് മാറി നിൽക്കാനായിട്ട് പറയുകയാണ്. ഇപ്പൊ ആ വരുന്നത് മനുഷ്യരാണെങ്കിൽ ഈ രണ്ട് റോബോട്ടുകളെയും കണ്ട അത് ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് കീറ്റ്സ് ഇപ്പൊ മിഷേലിനോട് പറയുകയാണ്, ആ വരുന്നത് ആരായാലും അവരോട് നീ എന്റെ അനീത്തിയാന്ന് പറയണം, നിന്റെ പേര് വെറോണിക്ക എന്നും പറയണം. ഇവരെങ്ങനെ ആ വരുന്നയാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ആ ഡ്രോൺ റോബോട്ടാണ്, അതായത് കേണൽ ബുച്ചറിന്റെ റോബോട്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ മിലിറ്ററിയിൽ നിന്നാണ്, നിങ്ങൾ ആരൊക്കെയാലും ഇതൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പൊ സറണ്ടർ ആയിക്കോണം. കീറ്റ്സ് അപ്പൊ അവിടെ നിന്നിട്ട് ഇവർ പ്ലാൻ ചെയ്ത പോലെയൊക്കെ പറയുന്നുണ്ട്, ഇതെന്റെ അനീതിയാണ് അങ്ങനെയൊക്കെ. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ. ബുച്ചർ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ മിഷേലിനെ അന്വേഷിച്ചിട്ടാണ്. ഈ മിഷേലിന്റെ കയ്യിൽ ഒരു റോബോട്ട് ഉണ്ടെന്ന് ടെഡ് പറഞ്ഞനുസരിച്ചിട്ടാണ് ഇയാൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അയാള് നേരെ മിഷേലിന്റെ അടുത്തോട്ട് ചെന്നിട്ട്, മിഷേൽ, നിന്നെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്, നിന്റെ അടുത്തുള്ള റോബോട്ടിനെ എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം. റോബോട്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ക്രൈമാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ എന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ റോബോട്ടിന് ഇപ്പൊ തന്നെ കിട്ടണം എന്ന് പറയുക. പക്ഷെ മിഷേലാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവളാണെങ്കിൽ ഈ ബുച്ചറിന്റെ അടുത്ത് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നമ്മുടെ കീറ്റ്സ് അവിടെ നിന്നിട്ട് നമ്മുടെ ഹെർമനോട് ഉറക്കെ ഷോക്ക് എന്ന് പറയുകയാണ്. ഇത് കേട്ട സെക്കൻഡിൽ തന്നെ അവിടെ നിന്നിരുന്ന ഹെർമൻ ഈ ബുച്ചറിന് നേരെ ഷോക്ക് വിടുകയാണ്. പക്ഷേ ബുച്ചർ ആൾ കേമനാണല്ലോ, ആ റോബോട്ട് വേഗം തന്നെ കീറ്റ്സിനെ എടുത്തിട്ട് ആ ഷോക്കിനെ നേരെ പിടിക്കുകയും അപ്പോ കീറ്റ്സിന് ഷോക്ക് അടിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഈ ബുച്ചറില്ലേ, അവന്റെ കയ്യിൽ നല്ലൊരു പവർഫുൾ ഗൺ ഇരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് ഹെർമന് നേരെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മിഷേൽ അവിടെ നിന്നിട്ട് 2 വട്ടം ക്ലാപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ 2 വട്ടം ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിയിലെ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവും. അങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നു, ആ ലൈറ്റ്സ് എല്ലാം ഓഫ് ആകും. ഈ കിട്ടിയൊരു ഗ്യാപ്പിൽ താഴെ കിടക്കുന്ന കീറ്റ്സ് വേഗം എഴുന്നേറ്റിട്ട് അവന്റെ തോക്കെടുത്തിട്ട് ബുച്ചറിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷെ കാര്യമുണ്ടോ, ബുച്ചർ ആ തോക്ക് വാങ്ങിയിട്ട് വളച്ചൊടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ബുച്ചർ ഈ കീറ്റ്സിന്റെ കഴുത്തിന് പിടിച്ച് ഞെരുക്കുകയാണ്. അപ്പൊ നമ്മുടെ മിഷേൽ റോബോട്ടും ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി കാണല്ലോ, അവൾക്ക് വേറെ വഴിയില്ല. അങ്ങനെ അവള് സറണ്ടർ ആവാനായിട്ട് തീരുമാനിക്കുകയാണ്. നിങ്ങൾ അവനെ വിടൂ, നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ എന്നും പറഞ്ഞിട്ട് അവള് സറണ്ടർ ആവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കറക്റ്റ് ടൈമില് നമ്മുടെ ഹെർമൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹെർമൻ ഒരു ബട്ടൺ അമർത്തുകയാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത അതേ ടൈമിൽ തന്നെ അവന്റെ മൈൻഡ് ഒരു ക്രെയിൻ അവിടെ ഉണ്ട്. ഈ ക്രെയിൻ നേരെ ബുച്ചറിന്റെ മേത്തോട്ട് വരികയാണ്. ആണെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആണല്ലോ, അവൻ ആ ക്രെയിൻ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്യാപ്പിൽ അവിടെ ഒരു വണ്ടി ഉണ്ട്. ഇവർ അതിൽ കയറി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ ഇവർക്ക് അതിന്റെ കീ വേണം. അങ്ങനെ കീറ്റ്സ് കീ തപ്പുമ്പോൾ കീറ്റ്സിന്റെ കയ്യിൽ ഒരു ലോഡ് കീ ഉണ്ട്. ഇതിൽ ഏത് കീ ആണെന്ന് കീറ്റ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ബുച്ചർ ആ ക്രെയിൻ തട്ടി കളഞ്ഞിട്ട് ഇവരുടെ അടുത്തോട്ട് വരും. അപ്പൊ അടുത്ത് നിൽക്കുന്ന ഹെർമൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, വേഗം കണ്ടുപിടിക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് തപ്പിത്തടഞ്ഞ് കീറ്റ്സ് ആ കീ കണ്ടുപിടിച്ചിട്ട് അവർ വേഗം തന്നെ ആ കാട്ടിലോട്ട് കൂടി കയറുകയാണ്. അങ്ങനെ ആ കാർട്ട് കുറച്ചങ്ങോട്ട് മൂവ് ആകുമ്പോഴേക്കും ദാ വരുന്നു ബുച്ചർ. അവന്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്തിട്ട് ആ കാർട്ടിന് നേരെ ഒറ്റ വെടി. ആ കാർട്ട് അവിടെ തകരുകയും ഇവരൊക്കെ തെറിച്ചു വീഴുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആ ബുച്ചർ നമ്മുടെ റോബോട്ടിനെ പിടിക്കാനായിട്ട് അവന്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഹെർമൻ അവിടെ ഉണ്ടല്ലോ, അവന് പറ്റാവുന്ന രീതിയിലൊക്കെ ബുച്ചറിനെ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഹെർമൻ കുഞ്ഞനല്ലേ, അവന് ബുച്ചറിന് മുമ്പിൽ പിടിച്ചേക്കാനായിട്ട് പറ്റുന്നില്ല. ഈ സമയത്ത് മിഷേൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവിടെ ഒരു JCB കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ഓടി അതിലോട്ട് കയറി അത് ഓടിച്ചുകൊണ്ട് വന്ന് ഒരൊറ്റ ഇടിയിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഇവരിപ്പോൾ ഉള്ളതൊരു മൈനിലാണല്ലോ. ഈ JCBയുടെ ഈ ഒരു ഇടി കൊള്ളുന്നതും ആ മൈൻ ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഇടിഞ്ഞു വീഴുന്നതും ഇവർ 4 പേരും ജീവനും കൊണ്ട് എങ്ങനെയൊക്കെ ഓടി പുറത്തേക്ക് എത്തുകയാണ്. ആ ബുച്ചർ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ആ മൈൻ്റെ അകത്ത് പെട്ടും. അങ്ങനെ ആ ബുച്ചറിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന യഥാർത്ഥ ബുച്ചറിനെ കാണിക്കുകയാണ് ഇപ്പോൾ.
അയാൾക്കിപ്പോ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാളിപ്പോ ആ ന്യൂറോ കോസ്റ്റർ ഉരുവെക്കുകയാണ്. പക്ഷേ ഈ യഥാർത്ഥ ബുച്ചറാണെങ്കിൽ നല്ല കലിപ്പിലാണ്. അവൻ എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ചേ പറ്റൂ. ഇവിടെ പുറത്തേക്ക് എത്തിയ കീറ്റ്സിനെയും മിഷേലിനൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കീറ്റ്സ് ആണെങ്കിൽ നല്ല ദേഷ്യത്തിൽ ആകെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സംഭവം എന്താണെന്നറിയും, ഇവരെ മൈൻഡ് അകത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടിക്കയറിയത് ആ പ്രസന്റ് അകത്തേക്കാണ്. കീറ്റ്സ് ഈ പ്രസന്റ് അകത്തോട്ട് പോയിരുന്നതും തിരിച്ചു വന്നിരുന്നതും ഈ മൈൻ വഴിയായിരുന്നു. ഇനി എങ്ങാനും ഇവർ പുറത്തോട്ട് ഇറങ്ങാൻ ട്രൈ ചെയ്ത് അതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് മരണം ഉറപ്പാണ്. അപ്പോ ഇനി എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കീറ്റ്സും മിഷേലും ഇത്രയും റിസ്കി ആയിട്ടുള്ള ഈ പ്രസന്റ് അകത്തുനിന്ന് പുറത്തോട്ട് വരുമോ? അവർക്ക് അതിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? മിഷേലിന് അവളുടെ അനിയനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.